നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്ന കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ആക്രി ചലഞ്ച് നടത്തും. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉച്ചഭക്ഷണത്തിനായി കൂടുതൽ തുക കണ്ടെത്തുന്നതിനായാണ് വീടുകളിൽ ഉപയോഗമില്ലാതെ കിടക്കുന്ന വസ്തുക്കൾ ശേഖരിച്ച പണം കണ്ടെത്താൻ സൊസൈറ്റി തീരുമാനിച്ചത്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കഴിഞ്ഞ 13 വർഷക്കാലമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഉച്ചഭക്ഷണം നൽകി വരുന്ന സംഘടനയാണ് നെടുങ്കണ്ടത്തെ രാജീവ് ഗാന്ധി കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി. നാട്ടിലെ സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഇത് സാധ്യമാകുന്നത്. എന്നാൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും എണ്ണം വർദ്ധിച്ചു. കൂടാതെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ക്രമാതീതമായി ഉയർന്നു. ഇതുമൂലം ഉച്ചഭക്ഷണ പദ്ധതിയുടെ ചെലവ് വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് സൊസൈറ്റിയുടെ പ്രവർത്തകർ വീടുകളിലെത്തി ആക്രി സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്വരൂപിക്കാൻ തീരുമാനിച്ചത്. പ്രതിദിനം ഏതാണ്ട് 4000 രൂപയോളം ചെലവ് വരുന്നതാണ് ഈ പദ്ധതി. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, എന്നാൽ നമ്മുടെ വീടുകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ആക്രി, ചിരട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് സംഭരിച്ചു വയ്ക്കുകയും കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്യുമ്പോൾ അത് വീടുകളിൽ ചെന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ ഫണ്ടിലേക്ക് ഒരു സാമ്പത്തിക മുതൽക്കൂട്ടുണ്ടാക്കുന്നതിനും സ്വരൂപിക്കാനുള്ള ഒരു തീരുമാനമാണ് ചാരിറ്റബിൾ സൊസൈറ്റി എടുത്തിരിക്കുന്നത്. ചിരട്ട, ആക്രി സാധനങ്ങൾ, വാഴക്കുല, മത്തങ്ങ, ചുണ്ട്, തേങ്ങ, പച്ചക്കറികൾ തുടങ്ങിയവ വീടുകളിലെത്തി ഇവർ ശേഖരിക്കും. ഈ ഉദ്യമത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. സൊസൈറ്റി ഭാരവാഹികളുടെ ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ ഇവർ വീടുകളിലെത്തി ഇവ ശേഖരിക്കും. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.